ഹായ് എല്ലാ കൂട്ടുകാർക്കും അടുക്കള മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷമില്ലാത്ത രണ്ട് കീരകൾ കൊണ്ട് തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ചതക്കീര, ഇത് മധുരച്ചീര. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി തോരൻ വയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടി, കുറച്ച് തണ്ട് ഒരുപാട് നീളം ആവശ്യമില്ല, കുറച്ച് തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞിട്ട്, ഇതാണ് ചതക്കീര. ഇത് നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് പൊടിപ്പൊടിയായിട്ട് അരിയണം. അപ്പോൾ ഇതിന് നന്നായിട്ട് പൊടിപ്പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ചതക്കീര വെട്ടിക്കഴിഞ്ഞ് ഇന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് മധുരച്ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് മധുരച്ചീര. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, പാടത്തും പറമ്പിലും ഒക്കെ താനേ ഉണ്ടാകുന്നതാണ്, നാച്ചുറലാണ്. കെമിക്കലോ വിഷമോ വളത്തിൻ്റെ അംശമോ ഒന്നുമില്ല. മധുരച്ചീര കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പേര് മാത്രമേ മധുരച്ചീര എന്നുള്ളൂ, മധുരമൊന്നുമില്ല, ഇലയ്ക്ക് കയ്പ്പ് തന്നെയാണ്. അപ്പം നമ്മൾ രണ്ട് കീരയും കട്ട് ചെയ്തെടുത്തു. നമുക്കൊരു 2 സവാള വേണം, ഒരു 8-10 പച്ചമുളക്. സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ച് ഇനി പച്ചമുളകും കൂടെ ഒന്ന് പൊടിപ്പൊടിയായിട്ട് അരിയാം. അപ്പോൾ നമ്മൾ ചീരയിൽ നിന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വൃത്തിയായിട്ട് ഒരു 2-3 വെള്ളം കഴുകി എടുക്കണം. ഇതിൽ അഴുക്കോ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കീരയൊക്കെ കഴുകി വെച്ചു, ഉള്ളിയൊക്കെ വെട്ടി റെഡിയാക്കി. ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊരു 100 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തിളച്ചു. വെളിച്ചെണ്ണ തിളക്കി നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി, കടുക് പൊട്ടി. ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും പിടിച്ചോ. നമ്മളിട്ട സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പിട്ടു. ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, ചെറിയ സ്പൂണിന്. ജീരകം പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കും. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഒന്ന് നന്നായിട്ട് മറച്ചു കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് നിറഞ്ഞു. ഇനി നമുക്ക് കീര ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം നിറഞ്ഞു, പക്ഷെ വേവുമ്പോൾ അത് താഴ്ന്നു വരും. ഇതിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ.
പിന്നെ നമ്മൾ തിരുവി വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു മുറി തേങ്ങ. നമ്മൾ ചെറിയ പാത്രത്തിലാണ് കീര വയ്ക്കുന്നത്, അപ്പോൾ ഇത്രയും തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വിതറി കൊടുക്കാം. തേങ്ങ ഇട്ടു. നമ്മൾ ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. അങ്ങനെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി നമുക്കൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ കത്തിച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തോരൻ നന്നായിട്ട് വേവിക്കണം. നമ്മൾ മധുരച്ചീര അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് വെള്ളം വറ്റുമോ നോക്കണം. വെള്ളം വറ്റിയിട്ടുണ്ടാവില്ല. നന്നായിട്ടൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. കീര വെന്തിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടില്ല. നമുക്ക് ഒരു 3-4 മിനിറ്റൂടെ അടുപ്പിൽ വെക്കേണ്ടി വരും. ഞാൻ ചെറിയ തീയാണ് വെച്ചിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും. അപ്പോൾ ഉപ്പൊന്ന് നോക്കാം. ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 1/4 സ്പൂൺ ഉപ്പ് കൂടെ മതിയാവും. ഒന്നും കൂടെ നന്നായിട്ട് മറിക്കാം. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ തീ കത്തിച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് കൂടെ തീ കത്തിക്കേണ്ട വരും. കുറച്ചുകൂടെ തീ വെച്ച് കൊടുക്കാം. വയസ്സപ്പോൾ നമ്മുടെ മധുരക്കീര നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റായി. നമ്മൾ ചതക്കീര കൂടെ ചേർത്തത് കൊണ്ട് അതിൽ ജലാംശം കൂടുതലാണ്. അപ്പം അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒരല്പം സമയം കൂടുതലെടുക്കും. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് മറിച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളത്തിൻ്റെ അംശം ഇതിൽ നിൽക്കും. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് വിഷമില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് മധുരച്ചീരയും ചതക്കീരയൊക്കെ. ഇത് കൃഷി ചെയ്യുന്നതല്ല, അല്ലാതെ തന്നെ നമ്മൾ തൊടിയിൽ നിന്നും പറമ്പിൽ നിന്നുമൊക്കെ പറിച്ചെടുക്കുന്നതാണ്. മാത്രമല്ല ഇത് ഒരുപാട് വൈറ്റമിനൊക്കെ കൂടുതലുള്ളൊരു ഫുഡാണ്. ഇത്തരം കീരകൾ എല്ലാ സ്ഥലത്തും കിട്ടാനില്ല, എങ്കിലും ചിലയിടത്തൊക്കെ ഇത് നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് എന്നത് മാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കീര കൂടെയാണിത്. അതുകൊണ്ട് ഇത് കിട്ടുന്നവർ മാക്സിമം എടുത്തിട്ട് തോരൻ വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ മധുരക്കീര ഇറക്കാനായി. അങ്ങനെ തീയൊക്കെ അണച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നവർ, എല്ലാ സ്ഥലത്തും ഇത് കിട്ടാനില്ല എങ്കിലും കിട്ടുന്നവർ വെച്ച് കഴിക്കുക. നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു സംഭവമാണ്. കണ്ണിന് കുളിർമയും കണ്ണിന് കാഴ്ചശക്തിയൊക്കെ കൂടുന്ന 2 ഐറ്റം കീരയാണ് നമ്മൾ ചേർത്തത്, മധുരച്ചീരയും ചതക്കീരയും. പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.